പൗലോ കൊയ്ലോയുടെ ലൈക്ക് ദി ഫ്ലോയിങ് റിവർ എന്ന ബുക്കിൽ അദ്ദേഹത്തിന്റെ ചില അനുഭവ കുറിപ്പുകളാണ് എഴുതിയിരുന്നത്. അതിൽ ഒന്ന്, ജീവിതത്തെ ഒരു പെൻസിലിനെ രൂപമെനിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതും വളരെ രസകരമായി തോന്നി. അത് പെൻസിലിനെ ഉപയോഗിച്ചിരിക്കുന്ന ഒന്ന്, പെൻസിലിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാകും. പക്ഷെ എപ്പോഴും ഓർക്കുക, പെൻസിലിനെ പിടിക്കാൻ ഒരു കൈ വേണം. ആ കൈ ദൈവമായി കരുതുക. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിവിലൊക്കെ അഭിമാനിക്കുന്നതും ആത്മവിശ്വാസമൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ തന്നെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു അഹങ്കാരം പാടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാകാനോ നമ്മൾ എവിടെ നിന്നൊന്നും ഒന്നും തന്നെ അറിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ അതിന് പിന്നിൽ ഒരു ശക്തിയുണ്ട്. അപ്പോൾ അതിന്റെ പ്രേരകവും അതിന്റെ കൊണ്ടാണ് നമ്മൾ ജീവിതം ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ പെൻസിൽ നന്നായി എഴുതുന്നു. ഈ പെൻസിലിന്റെ മാത്രം എടുക്കല്ലല്ലോ, അത് കൈപിടിച്ച് എഴുതുന്ന ആളിന്റെ മാനസിക നില കൂടി അനുസരിച്ചല്ലേ അക്ഷരവും ആ എഴുത്തും ഒക്കെ നന്നാവുന്നു. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി വരുന്നതിന് നമ്മളെ പെൻസിലായി ഉപയോഗിക്കുന്ന ഒരു ദൈവം, ഒരു ശക്തി പിന്നിലുണ്ട് മുകളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ദൈവത്തിന്റെ ഒരു പെൻസിലായി അദ്ദേഹം കരുതുന്നു. 2, വേദന സഹിച്ചെങ്കിലും ഇടയ്ക്കിടെ പെൻസിൽ മൂർച്ച കൂട്ടിയാലേ എഴുതാനാകൂ. കാര്യം പെൻസിലിന്റെ ഇടയ്ക്കിടയ്ക്ക് കാമ്പ് തീരുമ്പോൾ നമ്മൾ അതിനെ മൂർച്ച കൂട്ടണ്ടേ. അപ്പോൾ അതിന് നന്നായി വേദനിക്കില്ലേ. അതുപോലെ നമ്മളും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പരിപ്പൻ യാഥാർത്ഥ്യങ്ങൾ വന്ന് നമ്മളെ പരുവപ്പെടുത്തും, കൂടുതൽ മൂർച്ച കൂട്ടും. എന്നുവെച്ചാൽ അത് നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളൊക്കെ നമ്മളെ കൂടുതൽ നല്ലവരാക്കാൻ, കൂടുതൽ നന്നായി നമ്മൾ ജീവിക്കാൻ ദൈവം തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് കരുതി ആ വേദനകളൊക്കെ നമുക്ക് സഹിക്കണം നമ്മൾ. കാരണം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വേദനയിലൂടെ കടന്നു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാനാവും എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണം. 2, 3, തെറ്റുകൾ തിരുത്താനുള്ള സന്നദ്ധത. പെൻസിൽ കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ വരും. അപ്പോഴെന്ത് ചെയ്യും, നമ്മൾ ഒരു ഇറേസർ കൊണ്ട് അത് മായ്ക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാക്കി വെക്കും. പക്ഷെ അതെന്ത് ചെയ്യണം, അതുപോലെ ഇറേസർ കൊണ്ട് മായ്ക്കുമ്പോൾ നമ്മളും അത് മായ്ച്ചു കഴിഞ്ഞ് പുതിയ നല്ല രീതിയിൽ എഴുതാനുള്ള ആ ഒരു സന്നദ്ധത. അല്ല ആ തെറ്റിനെ തന്നെ മുറുകെ പിടിച്ചില്ല, ഇത് തന്നെയാണ് നമ്മൾ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായി തന്നെ അവിടെ ഇരിക്കും. അത് പാടില്ല. അത് നമ്മൾ മായ്ച്ച് മുന്നേറാനുള്ള സന്നദ്ധത കാണിക്കണം. 4, ഉള്ളിലെ കാമ്പാണ് പ്രധാനം. അതുകൊണ്ട് ഓരോ പ്രവൃത്തിയും നമ്മുടെ ആത്മാവിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ശ്രദ്ധവത്താവുക. അപ്പൊ നല്ല പെൻസിൽ കാണും, പല കളർഫുൾ ആയിട്ടുള്ളതും പല പടങ്ങളുള്ളതും. പക്ഷെ നല്ലൊരു പെൻസിൽ എന്ന് പറയുമ്പോൾ ആ കാമ്പ് നല്ലതാണെങ്കിൽ നമുക്ക് നന്നായി എഴുതാൻ പറ്റും. അതുപോലെ നമ്മുടെ ആത്മാവ് നല്ല ശുദ്ധവും കുറ്റരഹിതവും പശ്ചാത്താപവിമുക്തവും എന്ന് വെച്ചാൽ നമ്മളൊരു ആരെയും ദ്രോഹിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു ശുദ്ധമായിട്ടുള്ളൊരു ആത്മാവും ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ കാമ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് എപ്പോഴും ശുദ്ധവും നിർമ്മലവുമാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള നല്ല കാമ്പുള്ള പെൻസിലിനെ നല്ല രീതിയിൽ എഴുതാൻ പറ്റൂ. അങ്ങനെ നല്ല ശുദ്ധമായ ആത്മാവിന് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. അതുപോലെ പെൻസിൽ 5 പെൻസിൽ ഒരു മാർക്ക് ശേഷിപ്പിക്കും. നമ്മളുകൊണ്ട് ഒരു വര വരച്ചാൽ അതവിടെ ഒരു പോറലുണ്ടാകും. അതുപോലെ നമ്മുടെ ഓരോ പ്രവൃത്തിയും എവിടെയെങ്കിലും ഒരു പാടുണ്ടാക്കും. അതറിഞ്ഞ് ആ പാടുകൾ നല്ലവയാക്കാൻ ശ്രദ്ധിച്ച് ജീവിക്കുക. നമ്മൾ പെൻസിലിൽ എഴുതുമ്പോൾ ആ പേപ്പർ പണ്ടത്തെ പോലെ അല്ല, എന്തെങ്കിലും ഒരു പ്രത്യേകത ആണ്. അത് മായ്ച്ചാൽ പോലും അവിടെ ഒരു ചെറിയൊരു അൺക്ലീൻ ആയിട്ട് ഇരിക്കും, അവിടെ ഒരു ചെറിയ പാട് ശേഷിക്കും. അപ്പൊ എല്ലാം മായ്ക്കുകയില്ലല്ലോ, നമ്മളങ്ങനെ മായ്ക്കാൻ ശ്രമിക്കുകയുമില്ല. അപ്പൊ നമ്മൾ എഴുതുമ്പോഴൊക്കെ അതൊരു മാർക്ക്, ഒരു പാട്, അത് നല്ലതായാലും ചീത്തയായാലും അവിടെ ഒരു മാർക്കുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഒരു ചെറിയ പാടുകളായി ശേഷിക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ അത്
പതിഞ്ഞാലും എന്നായാലും അതവിടെ ഒരു പാടായിട്ട് ശേഷിക്കും. അപ്പോൾ ആ പാട് നല്ലതാവാൻ ശ്രദ്ധിക്കുക. കാര്യം അത് പിന്നീടുള്ളവർ അത് കാണും. നമ്മുടെ പ്രവൃത്തികളൊക്കെ വീക്ഷിക്കുന്നവർ ചുറ്റും കാണും. അപ്പം നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കുന്ന പാടുകൾ നല്ലതാക്കാൻ ശ്രമിക്കുക. ആ പെൻസിൽ കൊണ്ട് നല്ല കാര്യങ്ങൾ എഴുതുക എന്നുള്ളതുപോലെ നമ്മുടെ ജീവിതമാകുന്ന കാമ്പ്, നമ്മുടെ ആത്മാവാകുന്ന കാമ്പ് കൊണ്ട് നമ്മളും കഴിവതും നല്ല കാര്യങ്ങൾ എഴുതി ജീവിച്ച് മുന്നോട്ട് പെൻസിൽ എഴുതുന്നു, നമ്മൾ ജീവിക്കുന്നു. നമ്മൾ ജീവിക്കുമ്പോഴും നല്ല ശ്രദ്ധയോടെ നല്ല കാര്യങ്ങൾ ചെയ്ത് ആ പാടുകൾ മറ്റുള്ളവർ കണ്ടാൽ അത് അവർക്ക് പ്രയോജനകരമാകുന്നു, അല്ലെങ്കിൽ ഉപയോഗപ്രദമാകുന്നു. അതല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാകാത്ത രീതിയിലുള്ള പാടുകൾ ശേഷിപ്പിച്ച് മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് അദ്ദേഹം പെൻസിലിനെ പറ്റി പറഞ്ഞത്. അപ്പം പെൻസിലിനെ പറ്റി 5 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനാവും. പക്ഷെ ഓർക്കുക, പെൻസിലിനെ പിടിക്കാൻ ഒരു കൈ വേണം. ദൈവമുണ്ട്. ദൈവമാണ് നമുക്കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത്. പിന്നെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ദൈവം നമുക്ക് തന്നെ നമ്മളെ മൂർച്ച കൂട്ടാനായി, പെൻസിലിന് മൂർച്ച കൂട്ടാൻ നമ്മളെ മൂർച്ച കൂട്ടാൻ തരുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് അത് നമ്മൾ സഹിക്കുക. അതുപോലെ നമുക്ക് തെറ്റ് പറ്റിയാൽ അത് മായ്ക്കാനും മായ്ക്കാൻ സന്നദ്ധത കാണിക്കുക. പിന്നെ നമ്മുടെ ആത്മാവാണ് പ്രധാനം. ആത്മാവിനെ ശുദ്ധമായി നല്ലതാക്കി വെക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല പാടുകൾ ശേഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ. ഇതൊക്കെ ഈ 5 പെൻസിലിനെ പറ്റി പറഞ്ഞത്. അപ്പം അത്രയുമാണ് പൗലോ കൊയ്ലോ ബുക്ക്